പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിലെ 60 വർഷത്തോളം പഴക്കമുള്ള മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള അക്വേറിയത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 90 ലക്ഷം രൂപ ചിലവിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളൊരുക്കുന്ന അക്വേറിയം മാർച്ച് 15-നുള്ളിൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ്. പഴയ ഫിഷ് അക്വേറിയത്തിനകത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അക്വേറിയത്തിന് പുറത്ത് പെയിന്റടിച്ചും ചുറ്റിലും ഭംഗിയുള്ള പൂച്ചെടികളാൽ പൂന്തോട്ടമൊരുക്കിയും അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചുമാണ് ഫിഷ് അക്വേറിയം നവീകരിക്കുന്നത്. ഇതിനു പുറമെ അക്വേറിയത്തിന് മുന്നിലായി ജലധാരയും മനോഹരമാക്കുന്നുണ്ട്. ഈ മാസം 16-ന് നടക്കുന്ന ഫ്ലവർ ഷോ കണക്കിലെടുത്ത് അക്വേറിയത്തോട് ചേർന്നുള്ള കുളത്തിൽ പണികൾ ഉടനെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണെന്ന് ക്യൂറേറ്റർ മെറിറ്റ് കുര്യൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു 90 ലാക്സിൻ്റെ വർക്കാണ് ഇപ്പം നടന്നു പോകുന്നത്. ഇത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ വർക്ക്സാണ് നടക്കുന്നത്. നമ്മൾ ഈ ഫ്ലവർ ഷോയിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ജനുവരി 16-ന് മുമ്പ് ഇവിടുത്തെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾക്ക് നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കാർപ്പ് നമുക്കിവിടെ നല്ല രീതിയിൽ നല്ല ഒരു അട്രാക്റ്റീവ് രീതിയിൽ ആക്കിയിട്ട് ഇവിടെ നല്ല രീതിയിൽ ആ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരത്തേന് റെഡി ആവുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിത്ത് എയർ കർട്ടൻസ്. അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്, മെക്കാനിക്കൽ വർക്കും ഒക്കെ ഏകദേശം പകുതിയോളം തീർന്നിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഇത് കൂടാതെ നമുക്ക് ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഷോ വരുന്ന മുമ്പ് ഈ ഒരു വർക്ക് തീർക്കണമെന്നാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. പിന്നെ ഉള്ളിൽ നമുക്ക് വേറെ ടാങ്ക്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഇമ്പോസ് ചെയ്തിരിക്കുന്ന നല്ല പുതിയ രീതിയിലുള്ള അക്വേറിയം ടാങ്ക്സ് ആണ്. അതിനകത്ത് നമ്മൾ ഇൻഡിജിനസ് ഫിഷുകളാണ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പം നിലവിൽ അതൊക്കെ നല്ല കോസ്റ്റ്ലി ഫിഷാണ്. പുറത്ത് ഇൻഡിജിനസ് കോസ്റ്റ്ലി ഫിഷാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ചന്ന സ്പീഷീസ്. ആൻഡ് ഈ പുറത്തെ ടാങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈ ക്വാളിറ്റി കോഴിക്കാർപ്പാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള കാർപ്സാണ് കോഴിക്കാർപ്സ്. അത് നമ്മളിവിടെ നല്ല അട്രാക്റ്റീവായിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരാണ്, പ്രത്യേകിച്ച് കിഡ്സ് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ വർക്കുകളാണ് നിലവിൽ നടക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഫിഷ് അക്വേറിയം 90 ലക്ഷം രൂപ ചിലവിട്ടാണ് നവീകരണം നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.